ആർക്കും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖ സാർ, രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ മാസം, അടുത്ത മാസം, അതിനടുത്ത മാസത്തെ ഫിനാൻസ് എന്ന് അറിയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയോ. അറിയുന്നവരല്ലെങ്കിൽ സാർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയെ മൊത്തം തകിടം മറിക്കാൻ പറ്റും ആ രഹസ്യം പുറത്തു പോയാൽ. അങ്ങനെ രഹസ്യം പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ധവളപത്രം ഇറക്കുന്നത് ശരിയല്ല. ഏജിക്ക് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ടാണോ തയ്യാറാക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അതൊരു ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഒരു വർഷത്തേക്ക് 2 ലക്ഷമോ 2.25 ലക്ഷമോ കോടി കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, എക്സ്ചക്കർ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, അതിന്റെ ധനകാര്യമന്ത്രി വകുപ്പ് ഈ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ആ പ്രീസിഡന്റ് നാളെ ആരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാം, അതും ചെയ്യാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്, അതൊരു ഭരണഘടനാ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പറേറ്ററുടെ പ്രശ്നമാണ്, സഭയുടെ അവകാശത്തിന് നമ്മുടെ നിയമത്തിന്റെ അവകാശത്തിന് വിധത്തിലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് സാർ ആ ഒബ്ജക്ഷൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് റൂളിംഗ് വേണം. ഗവൺമെന്റ് ലേ എന്ന് പറഞ്ഞാലും റൂളിംഗ് വേണം സാർ. ഇത് നാളെ ഒരു ചരിത്രമായി കൂടാ. നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വെക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെന്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെന്റ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് നമുക്കറിയാം. ഇപ്പൊ CDS പരിശോധിച്ചാൽ CDSന്റെ ചെയർമാൻ ഇതിനകത്ത് കമ്മിറ്റി അംഗമാണ്. CDSൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ സഹകരണം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ബജറ്റിന്റെ ഡോക്യുമെന്റിൽ, പ്ലാൻ ഡോക്യുമെന്റ്, ഇതൊന്നും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റും ഇതിനകത്തില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വിദഗ്ധരായ 3 പേരുടെ സഹായം ഞങ്ങൾ തേടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ KM ചന്ദ്രശേഖർ, ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ ഡി നാരായണൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, CDSന്റെ ചെയർമാനായ ഡോക്ടർ വീരമണി, മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക കാര്യ വിദഗ്ധരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പല നോട്ടുകളും പരിശോധിച്ച് ധനകാര്യ വകുപ്പാണ് അതിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് നമ്മളങ്ങ് വിചാരിക്കരുത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി ആണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായി അറിവുള്ള ആളുകളല്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ്, ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്.